ഹലോ മൈ ചങ്സ്, ഹവിയോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് റിവിഷൻ പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. പിഷ്ടപേഷണം, മലയാളത്തിൽ നമ്മൾ പിഷ്ടപേഷണം എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു സംഭവം ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊടിച്ചത് തന്നെ വീണ്ടും പൊടിക്കുന്നതിന് പറയുന്ന പേരാണ് പിഷ്ടപേഷണം. പൊടിച്ചത് തന്നെ വീണ്ടും പൊടിക്കുക. പൊടിച്ചത് തന്നെ വീണ്ടും പൊടിക്കുന്നതിനാണ് പിഷ്ടപേഷണം എന്ന് പറയുന്നത്. പിഷ്ടപേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിച്ചത് തന്നെ വീണ്ടും പൊടിക്കുക. അടുത്തത് ഏരകപ്പുല്ല് നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരകപ്പുല്ല് നടുക. അതായത് തമ്മിൽ തമ്മിൽ തല്ലിച്ചാവുക, തമ്മിൽ തമ്മിൽ തല്ലി നശിക്കുക. അതാണ് ഏരകപ്പുല്ല് നടുക എന്ന് പറയുന്നത്. ഏരകപ്പുല്ല് നടുക എന്ന് പറയുന്നത് തമ്മിൽ തമ്മിൽ തല്ലി നശിക്കുന്നതിന് പറയുന്നതാണ്. പണ്ഡിതന്റെ വിപരീത പദം എന്താണ്? പണ്ഡിതൻ. പാമരൻ എന്നാണ്. പാമരൻ. ഇനി നമുക്ക് നളന്ത എന്നെഴുതുന്നത് എങ്ങനെയാണ്? നളന്ത ഇന്ത എന്നാണോ? എങ്ങനെയാണ്? നളന്ത എന്ന് എഴുതുമ്പോൾ ഈ ഇന്ത വേണം എഴുതാൻ വേണ്ടിയിട്ട്. കലിക എന്ന് പറഞ്ഞാൽ എന്താണ്? കലിക എന്ന് പറഞ്ഞാൽ പൂമൊട്ട് എന്നാണ്. കലിക മീൻസ് പൂമൊട്ട് എന്നാണ്. നന്നിലം ഒന്ന് പിരിച്ചെഴുതാമോ? നന്നിലം. നന്നിലം. നൽ പ്ലസ് നിലം, നന്നിലം. നമ്മൾ പരീക്ഷയ്ക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ് നന്നൂൽ എന്ന് പറഞ്ഞത്. നന്നൂൽ എന്താണ്? നൽ പ്ലസ് നൂല്. അപ്പം ഈ ഇല്ലെന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ഇല്ലെന്നായിട്ട് വേണമെങ്കിലും എഴുതാം. ഈ ഇല്ല ഇവിടെ നമുക്ക് ഇല്ലത് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ശ്രോതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ശ്രോതാവ്. ശ്രോതി എന്നാണ്. ശ്രോതാവിൻ്റെ സ്ത്രീലിംഗ പദം ശ്രോതി എന്നാണ്. ശ്രോതാവ്, ശ്രോതി. പ്രേക്ഷകൻ എന്നർത്ഥം എന്താണ്? പ്രേക്ഷകൻ കാഴ്ചക്കാരൻ എന്നാണ്. പ്രേക്ഷകൻ, കാഴ്ചക്കാരൻ. പ്രേക്ഷകൻ, കാഴ്ചക്കാരൻ. പ്രേക്ഷകൻ എന്താണ്? പ്രേക്ഷകൻ അതാണ് പറഞ്ഞയച്ച ആള്. പറഞ്ഞയച്ച ആള്. മലയാളത്തിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് നോക്കണം. പറഞ്ഞയച്ച ആള് പ്രേക്ഷകൻ. പിഷ്ടപേഷണം പൊടിച്ചത് തന്നെ വീണ്ടും പൊടിക്കുക. എരകപ്പുല്ല് എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലി നശിക്കുക. പണ്ഡിതൻ വിപരീത പദം പാമരൻ. നളന്ത എഴുതുമ്പോൾ നായും ദായും കൂടെ ഉള്ള ഇന്ത വേണം എഴുതാൻ വേണ്ടിയിട്ട്. കലിക പൂമൊട്ട്. നന്നിലം എഴുതുമ്പോൾ നൽ പ്ലസ് നിലം, നൽനിലം, നന്നിലം. നന്നൂൽ നൽ പ്ലസ് നൂല്. ശ്രോതാവ് ശ്രോതി. പ്രേക്ഷകൻ കാഴ്ചക്കാരൻ. പ്രേക്ഷകൻ ഒരു ഷാ മാത്രമേ ഉള്ളൂ എങ്കിൽ പറഞ്ഞയച്ച ആൾ എന്നിട്ടുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ച് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാം. റിസർവ് ബാങ്കിന്റെ കറണ്ട് ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് വേണം പറയാൻ വേണ്ടിയിട്ട്? റിസർവ് ബാങ്കിന്റെ കറണ്ട് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് എത്രാമത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ഗവർണറാണ്? 25ാമത്തെ ഗവർണറാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മുഖമുദ്രയിൽ ആലേപനം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏതാണ്? മുദ്രയിൽ ആലേപനം ചെയ്തിരിക്കുന്ന വൃക്ഷമാണ് പന എന്നിട്ടുള്ള വൃക്ഷമാണ്. പന.
ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ്? ചന്ദ്രയാൻ 3 2023 ജൂലൈ 14. ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണം കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം. ചന്ദ്രയാൻ 3 ഇപ്പം ഭയങ്കരമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ചന്ദ്രയാൻ 2 ഏതായിരുന്നു? 2019 ജൂലൈ മാസത്തിൽ തന്നെയാണ്. 22-ാം തീയതിയാണ് ഏത് ചെയ്തിരിക്കുന്നത്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. മംഗൾയാൻ ആണെങ്കിലോ? മംഗൾയാൻ 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിച്ചത്. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടിലാണ് പറയുന്നത്? പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A. പാർട്ട് 3 എന്തിനെ പറ്റി പറയുന്നു? പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി പറയും. ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തിയത് ആരാണ്? ബഹിരാകാശം എലിയുടെ ഭ്രൂണം ജപ്പാൻകാരാണ്. ജപ്പാൻ. മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് എവിടെയാണ്? 37ാമത് ദേശീയ ഗെയിംസ് ഗോവയാണ്. ഗോവയിലാണ് വേദി. സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആര്? നിയമസഭാ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ളത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. അപ്പം അടുത്ത ഒരു 10-നകത്ത് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് പോകാം. 20 എണ്ണം നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ് സമയം ഇച്ചിരി എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിൽ നിങ്ങൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് റിസർവ് ബാങ്കിൻ്റെ 25ാമത്തെ ഗവർണറാണ്. അതിൻ്റെ ഇതിനകത്ത് ചന്ദ്രയാൻ 3 2023 ജൂലൈ 14, ചന്ദ്രയാൻ 2 2019 ജൂലൈ 22, മംഗൾയാൻ 2013 നവംബർ 5, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A, പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബഹിരാകാശത്തെ എലിഭ്രൂണം ജപ്പാൻ. 37ാമത് ദേശീയ ഗെയിംസ് ഗോവ. നിയമസഭയിലെ ആദ്യത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് MT വാസുദേവൻ നായർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്തൊന്നുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ഒരു സെഷനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. 21ാമത്തേത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത ഉദ്യോഗസ്ഥൻ വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന കോടതി ഉത്തരവാണ് കോ വാറന്റോ എന്ന് പറഞ്ഞാൽ. കോ വാറന്റോ മീൻസ് എന്ത് അധികാരത്തോടെ എന്നാണ്. എന്ത് അധികാരത്തോടെ എന്നിട്ടാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. 19 മുതൽ 22 വരെ എന്തിനെ പറ്റി പറയുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
അടുത്തത് കുടുംബശ്രീ ഇനാഗുറേറ്റ് ചെയ്തത് എവിടെയാണ്? കുടുംബശ്രീ 1998 മെയ് മാസം 17 മലപ്പുറത്ത് കോട്ടക്കുന്ന് മൈതാനത്താണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറമാണ്. മലപ്പുറത്ത് കോട്ടക്കുന്ന് മൈതാനം, മലപ്പുറം കോട്ടക്കുന്ന് മൈതാനം. അടുത്തത് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് നവംബർ മാസം 18 ത്രിതല സംവിധാനത്തിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? അയൽക്കൂട്ടം, ADS, CDS. കുടുംബശ്രീ ഒക്കെ ആയിട്ട് നോർമലി നമ്മൾക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്, എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ADS, CDS, അയൽക്കൂട്ടം എന്നിവയാണ് ത്രിതല സംവിധാനം എന്ന് പറഞ്ഞത്. ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരായിരുന്നു? കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ജെയിംസ് വർഗീസ് ആണ്. കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ജെയിംസ് വർഗീസ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അത് ഫസൽ അലിയാണ്. ഫസൽ അലി. പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെക്കുന്നത് ഉള്ളത്. 1990 സ്ഥാപിച്ചിരിക്കുന്ന വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ച ഡേറ്റ് 1947 ജൂലൈ മാസം 22 ദേശീയ പതാക അംഗീകരിച്ചത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ആണ് ഏതാ? മലയാളം മിഷൻ എന്ന് പറയുന്നത്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ആണ് മലയാളം മിഷൻ. കോവാറന്റോ എന്ത് അധികാരത്തോടെ എന്നൊക്കെയുള്ള രീതിയിൽ മതസ്വാതന്ത്ര്യം 25 മുതൽ 28, 19 മുതൽ 22 വരെ ആണെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്ത്, ഒഫീഷ്യലായിട്ട് ഇനാഗുറേറ്റ് ചെയ്തത് 98 മെയ് മാസം 17 ജെയിംസ് വർഗീസ് ആണ് ആദ്യത്തെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ചെയർ എന്ന് പറയുന്നത്. ദെൻ പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ഫസൽ അലിയാണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അന്യായമായിട്ട് ശരീരം തടങ്കലിൽ വെക്കുക എന്നിട്ടുള്ള രീതിയിലാണ്. 90 ഉള്ള വിവരാവകാശ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. 47 ജൂലൈ 22 ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത്. മലയാള മിഷൻ എന്ന് പറഞ്ഞത് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാനായിട്ടുള്ള. അപ്പോൾ 30 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നിട്ടുള്ളത് നോക്കണം. ഒരു 20+ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളുടെ ടെലഗ്രാമിലുള്ള പെയ്ഡ് കോഴ്സിൽ, അതായത് സ്റ്റഡി പ്ലാൻസ് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് PDF വിത്ത് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇന്ന ദിവസം ഇന്നത് പഠിച്ചാൽ മതി എന്നിട്ടുള്ള രീതിയിൽ. പിന്നെ തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകൾക്കും നിങ്ങൾക്ക് ഇനി സമയമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഉള്ളവർക്കാണെങ്കിൽ 100 days ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്തൂടെ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കണക്റ്റഡ് പോയിന്റ്സും അതിനകത്തോട് വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെതും എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കണക്റ്റഡും സിലബസ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഡീപ്പ് ലെവലിൽ തന്നെ PDF ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഏകദേശം 120ഓളം PDF നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. വാലിഡിറ്റി നിങ്ങൾക്ക് ലൈഫ് ടൈം വരെ യൂസ് ചെയ്യാം. ഏത് പരീക്ഷകൾക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു.